നമസ്കാരം. പ്രധാന വാർത്തകൾ. കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ നൽകി ദില്ലി ഹൈക്കോടതി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യം അനുവദിച്ചുള്ള റൌസ് അവന്യൂ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഡൽഹി ബന്ധിതയ അഴിമതി കേസിൽ കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ജാമ്യം തടഞ്ഞത്. ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കെജ്രിവാളിന്റെ ജാമ്യം തടയണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. വിചാരണ കോടതി വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് ജാമ്യത്തിന് ഉത്തരവിട്ടത്. അതിന്റെ ഫയൽ ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയെ അറിയിച്ചത്. സംവിധായകൻ വേണുഗോപൻ അന്തരിച്ചു. ചലച്ചിത്ര സംവിധായകൻ വേണുഗോപൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ചേർത്തല കടക്കരപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. കുസൃതിക്കുറുപ്പ്, ഷാർജ ടു ഷാർജ, ചൂണ്ട, സ്വർണം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. ഭാര്യ ലത. ലക്ഷ്മിയാണ് മകൾ. പത്മരാജന്റെ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയുടെ സഹസംവിധായകനായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, ഇന്നലെ, സീസൺ, ഞാൻ ഗന്ധർവൻ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചു. 1998 ജയറാമും മീനയും പ്രധാന കഥാപാത്രങ്ങളായ കുസൃതിക്കുറുപ്പിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. സർവോപരി പാലക്കാരനാണ് അദ്ദേഹം ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം. കുടിശ്ശിക അടച്ചില്ല. സ്കൂളിന്റെ ഫ്യൂസ് ഊരി KSEB. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് അട്ടപ്പാടി അഗളി സർക്കാർ സ്കൂളിന്റെ ഫ്യൂസ് ഊരി KSEB. അഗളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്യൂസാണ് ഊരിയത്. 4 മാസത്തെ വൈദ്യുതി കുടിശ്ശികയായ 53,201 രൂപയാണ് അടയ്ക്കാനുള്ളത്. 2,500-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. എന്നാൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ബില്ലടയ്ക്കാൻ നടപടി ഉണ്ടാകാത്തതിനാലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതെന്നാണ് അഗളി KSEB അധികൃതരുടെ വിശദീകരണം. നെറ്റ് പരീക്ഷ. ചോദ്യപേപ്പർ 48 മണിക്കൂർ മുമ്പേ ചോർന്നു. വിറ്റത് 6 ലക്ഷത്തിനെന്നും കണ്ടെത്തൽ. NDA നടത്തിയ UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ 48 മണിക്കൂർ മുമ്പ് ചോർന്നെന്ന് കണ്ടെത്തി CBI. പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാമിലും ഡാർക്ക് വെബിലും വന്നതായും 6 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നും CBI വൃത്തങ്ങൾ അറിയിച്ചു. ചോദ്യപേപ്പർ ലീക്കായെന്ന പരാതിയെ തുടർന്ന് നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു. എന്നാൽ എവിടെ വെച്ചാണ് ചോർന്നതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് CBI പറയുന്നു. ചോദ്യപേപ്പർ ചോർന്നതിൽ ചില പരിശീലന കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടെന്നും അതിന്റെ ഉടമസ്ഥർ നിരീക്ഷണത്തിലാണെന്നും CBI പറയുന്നു. പരീക്ഷയുടെ ചോദ്യപേപ്പർ 48 മണിക്കൂർ മുമ്പേ ടെലഗ്രാമിലും ഡാർക്ക് വെബിലും വന്നതായും കണ്ടെത്തിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിയമന തട്ടിപ്പ് കേസിൽ സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുഴി MMUP സ്കൂൾ മാനേജർ വലപ്പാട് കോതകുളം സ്വദേശി പ്രവീൺ വാഴൂറാണ് അറസ്റ്റിലായത്. ഇതേ സ്കൂളിലെ 7 അധ്യാപികമാരാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൈസ വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളം ലഭിക്കാതായതോടെയാണ് അധ്യാപികമാർ പരാതി നൽകിയത്. 2012 മുതൽ ഇയാൾ പലരിൽ നിന്നായും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. 406, 420, 34 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിയുടെ 12 ലക്ഷം രൂപ കവർച്ച നടത്തിയ 4 പേർ പിടിയിൽ. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന യുവതിയുടെ 12 ലക്ഷം രൂപ തട്ടിയെടുത്ത മലപ്പുറം സ്വദേശികളായ ഉമ്മർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് റിൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. പരാതിക്കാരുടെ പണം നഷ്ടപ്പെട്ട അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് പ്രതികൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നതായി വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ പേർ ഇനിയും ഈ കേസിലേക്ക് അറസ്റ്റിലാകാനുണ്ടെന്ന് ആലപ്പുഴ നോർത്ത് SHO സുമേഷ് സുധാകരൻ പറഞ്ഞു. മുത്തശ്ശിയെ കെട്ടിയിട്ട് മോഷണം. കൊച്ചുമകളും ഭർത്താവും അറസ്റ്റിൽ. കൊല്ലത്ത് മുത്തശ്ശിയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ കൊച്ചുമകളും ഭർത്താവും അറസ്റ്റിൽ. കൊല്ലം ഉളിയകോവിൽ പാർവതി മന്ദിരത്തിൽ പാർവതിയും ഭർത്താവ് ഉമയനല്ലൂർ സ്വദേശി ശരത്തുമാണ് പോലീസ് പിടിയിലായത്.
പണവും സ്വർണവുമായി മുങ്ങിയ പ്രതികളെ കഴക്കൂട്ടത്ത് വെച്ച് ഈസ്റ്റ് പോലീസ് പിടികൂടുകയായിരുന്നു. 85 വയസ്സുള്ള ആക്രമണത്തിനിരയായ യശോദയുടെ പരാതിയിലാണ് അറസ്റ്റ്. വീട്ടിൽ അതിക്രമിച്ചു കടന്ന 3 അംഗ സംഘം യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. 2 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം വാളാഞ്ചേരിയിലാണ് സംഭവം. വാളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 3 ദിവസം മുമ്പ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് 3 അംഗ സംഘം ബലാത്സംഗം ചെയ്തതാണ് യുവതിയുടെ പരാതി. ഇന്ന് ഉച്ചയോടെയാണ് യുവതി പരാതി നൽകിയത്. സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതിയോട് സുഹൃത്തുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് സംഭവ വിവരം പുറത്തറിഞ്ഞത്. പിന്നീട് സുഹൃത്തുക്കൾ തന്നെയാണ് വിഷയം പോലീസിൽ അറിയിച്ചതും യുവതിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും. കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്ന് യുവതി പറയുന്നു. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. പ്രിയങ്കയുടെ പ്രചാരണത്തിനായി വയനാട്ടിലേക്ക് മമതാ ബാനർജിയും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി എത്തിയേക്കുമെന്ന് സൂചന. വ്യാഴാഴ്ച കൊൽക്കത്തയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മമതയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മമത വയനാട്ടിലെത്തി പ്രിയങ്കയെ പിന്തുണച്ച് പ്രചാരണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്നാൽ മമത വയനാട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തൃണമൂലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന് മുന്നോടിയായാണ് ഇത്തരമൊരു നീക്കമെന്നാണ് സൂചന. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് കളക്ടർ. കുട്ടനാട് താലൂക്കിലെ നെടുമുടി, ചമ്പക്കുളം പഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചത്. അതേസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വള്ളംകളിയോടനുബന്ധിച്ച് ജലഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ചമ്പക്കുളം പമ്പയാറ്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വള്ളംകളി അവസാനിക്കുന്നത് വരെ മത്സരം നടക്കുന്ന ട്രാക്കിലൂടെ സർവീസ് നടത്തരുതെന്നാണ് ആലപ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചത്.